ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആട്ടോ. ഇംഗ്ലീഷ് തീരെ ബേസ് ഇല്ലാത്ത ഒരാളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആട്ടോ. അപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ക്ലാസ് കാണേണ്ടതില്ല കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ബിഗിനേഴ്സിന്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമ്മളെല്ലാവരും ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഞാൻ ആകുന്നു അല്ലെങ്കിൽ ഞാനാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അനിതയാണ്. ഇപ്പം ഞാനൊരു പേര് എക്സാമ്പിളായിട്ട് പറയണം, ഞാൻ അനിതയാണ് അല്ലെങ്കിൽ ഞാൻ സുരേഷാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ യൂസ് ചെയ്യേണ്ടത്? ആം എന്നാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. ആം എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ആണ് അല്ലെങ്കിൽ ഞാൻ ആകുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ആം എന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സെന്റൻസ് ഒന്ന് നോക്കാം. ഐ ആം അനിത. ഞാൻ അനിതയാണ് അല്ലെങ്കിൽ ഞാൻ അനിതയാകുന്നു. ഐ ആം അനിത എന്ന് പറയാം അല്ലേ. ഇനി ഞാൻ അരുണാണ്. എങ്ങനെ പറയാം? ഐ ആം അരുൺ. ഞാൻ അരുണാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണ്. ഞാനൊരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടർ ആകുന്നു. എങ്ങനെ നമുക്ക് പറയാം? ഐ ആം എ ഡോക്ടർ. ഐ എം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആകുന്നു. ഇനി ഐ എം എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആകുന്നു. ഐ എം എ ടീച്ചർ. ഞാനൊരു ടീച്ചറാണ്. ഇനി ഞാനൊരു സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഞാനൊരു വിദ്യാർത്ഥിയാണെന്ന് എങ്ങനെ പറയാം? ഐ എം എ സ്റ്റുഡൻറ്റ്. ഐ എം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ. ഐ എം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറാണ്. ഐ എം എ ടീച്ചർ. ഞാനൊരു ടീച്ചറാണ്. ഐ എം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഐ എം എ നേഴ്സ്. ഞാനൊരു നേഴ്സാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ആം വെച്ചിട്ട് നമുക്ക് പറയാവുന്നതായിട്ട്. അപ്പോൾ ആം നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യാം? ഞാനാണ് അല്ലെങ്കിൽ ഞാനാകുന്നു എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ആം യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ആം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഐ എം എ ടീച്ചർ, ഐ എം എ ഡോക്ടർ, ഐ ആം അരുൺ, ഐ ആം അനിത, ഐ ആം സുനിത എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഇന്ന ആളാണോ എന്ന് നമുക്ക് ചോദിക്കാവുന്ന കേട്ടോ. അപ്പോൾ ഞാനൊരു ഡോക്ടറാണോ എങ്ങനെ ചോദിക്കാം? ആം ഐ എ ഡോക്ടർ? ഞാനൊരു ഡോക്ടറാണോ? ആം ഐ എ ഡോക്ടർ? ഞാനൊരു ഡോക്ടറാണോ? ആം ഐ എ ടീച്ചർ? ഞാനൊരു ടീച്ചറാണോ? ആം ഐ എ ടീച്ചർ? ഞാനൊരു ടീച്ചറാണോ? ഇനി ഞാനൊരു എഞ്ചിനീയർ ആണോ എന്ന് എങ്ങനെ ചോദിക്കാം? ആം ഐ അൻ എഞ്ചിനീയർ? ഞാനൊരു എഞ്ചിനീയർ ആണോ? ആം ഐ അൻ എഞ്ചിനീയർ? ആം ഐ അൻ എഞ്ചിനീയർ? ഇനി ഞാൻ അനിതയാണോ എങ്ങനെ നമുക്ക് ചോദിക്കാം? ആം ഐ അനിത? ആം ഐ അനിത? ഞാൻ അനിതയാണോ? ആം ഐ അനിത എന്ന് നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ നമുക്ക് ആം എവിടെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഞാനാണ് അല്ലെങ്കിൽ ഞാനാകുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ആം യൂസ് ചെയ്യാം. ഇനി ഞാനാണോ എന്ന് ചോദിക്കാൻ നമുക്ക് സെന്റൻസിന്റെ തുടക്കത്തിൽ ആം യൂസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ടോണിൽ നമുക്ക് പറയാവുന്ന കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എവിടെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഏജ് പറയാറുണ്ടല്ലോ അല്ലേ. ഞാൻ 30 ഇയേഴ്സ് ഓൾഡ് ആണ് അല്ലെങ്കിൽ ഞാൻ 40 ഇയേഴ്സ് ഓൾഡ് ആണ് അല്ലെങ്കിൽ ഞാൻ 11 ഇയേഴ്സ് ഓൾഡ് ആണ് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ആം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ പറയാം നമുക്ക്? ഞാൻ 30 ഇയേഴ്സ് ഓൾഡ് ആണ് എന്ന് പറയാനായിട്ട് ഐ ആം 30 ഇയേഴ്സ് ഓൾഡ് എന്ന് പറയാം. ഐ ആം 30 ഇയേഴ്സ് ഓൾഡ്. കണ്ടില്ലേ, ഞാൻ 30 ഇയേഴ്സ് ഓൾഡ് ആണ്. ഐ ആം 30 ഇയേഴ്സ് ഓൾഡ്. ഇനി ഐ ആം 12 ഇയേഴ്സ് ഓൾഡ്. ഞാൻ 12 ഇയേഴ്സ് ഓൾഡ് ആണ് എന്നുവെച്ചാൽ എനിക്ക് 12 വയസ്സുണ്ടെന്ന് കേട്ടോ. ഐ ആം 12 ഇയേഴ്സ് ഓൾഡ്. ഇനി ഐ ആം 40 ഇയേഴ്സ് ഓൾഡ്. അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ ഏജ് പറയാനും നമുക്ക് ആം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ ആം 40 ഇയേഴ്സ് ഓൾഡ്. ഐ ആം 10 ഇയേഴ്സ് ഓൾഡ്. ഐ ആം 50 ഇയേഴ്സ് ഓൾഡ്. ഐ ആം 55 ഇയേഴ്സ് ഓൾഡ് എന്നൊക്കെ പറയാനും നമുക്ക് ആം യൂസ് ചെയ്യാവുന്ന കേട്ടോ. ഓക്കെ. ഇനി ഞാൻ 30 വയസ്സ് ഓൾഡ് അല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഇതിന്റെ നെഗറ്റീവും നമുക്ക് പറയാവുന്ന കേട്ടോ. എങ്ങനെ നമുക്ക് പറയാം? അപ്പോൾ ഇവിടെ നമ്മൾ ഐ ആം 30 ഇയേഴ്സ് ഓൾഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ നെഗറ്റീവ് നമുക്ക് എങ്ങനെ പറയാം? ഐ ആം നോട്ട് 30 ഇയേഴ്സ് ഓൾഡ്. ഐ ആം നോട്ട് 30 ഇയേഴ്സ് ഓൾഡ്. ഇവിടെ നമ്മളൊരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഐ ആം നോട്ട് 30 ഇയേഴ്സ് ഓൾഡ്. ഞാൻ 30 വയസ്സ് ഓൾഡ് അല്ല. ഐ എം നോട്ട് 12 ഇയേഴ്സ് ഓൾഡ്. ഐ എം നോട്ട് 12 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 12 വയസ്സല്ല. ഐ എം നോട്ട് 12 ഇയേഴ്സ് ഓൾഡ്. ഐ ആം നോട്ട് 40 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ ഇവിടേക്ക് നമ്മളൊരു നോട്ട് ചേർത്താൽ എന്തായി? ഇതിൻ്റെ നെഗറ്റീവായിട്ടോ അല്ല എന്നുള്ള അർത്ഥമാവും കേട്ടോ കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഐ എം എ ടീച്ചർ, ഐ എം എ ഡോക്ടർ, ഐ എം എൻ എഞ്ചിനീയർ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അവിടെയും നമുക്ക് നെഗറ്റീവ് എങ്ങനെ പറയാം? ഐ ആം നോട്ട് എ ടീച്ചർ. ഞാനൊരു ടീച്ചറല്ല. ഐ ആം
ഐ എം നോട്ട് എ ടീച്ചർ, ഞാനൊരു ടീച്ചറല്ല. അപ്പം ഞാനൊരു ടീച്ചറാണെന്ന് എങ്ങനെ പറഞ്ഞത്? ഐ എം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഐ എം നോട്ട് എ ടീച്ചർ, ഞാനൊരു ടീച്ചറല്ല. ഇനി ഐ എം നോട്ട് എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറല്ല. ഐ എം നോട്ട് എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറല്ല. ഐ ആം നോട്ട് അൻ എഞ്ചിനീയർ, ഞാനൊരു എഞ്ചിനീയർ അല്ല. ഐ എം നോട്ട് ആൻ എഞ്ചിനീയർ, ഞാനൊരു എഞ്ചിനീയർ അല്ല. ഐ എം നോട്ട് എ കാർപ്പൻറ്റർ, ഞാനൊരു കാർപ്പൻറ്റർ അല്ല. ഐ എം നോട്ട് എ നേഴ്സ്, ഞാനൊരു നേഴ്സ് അല്ല എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഐ ആം പോസിറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് എങ്ങനെ പറയാം? നമ്മൾ ഐ എം നോട്ട് എന്ന് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കുന്നത്, ഇപ്പൊ നമ്മൾ പറയാറില്ല ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പറയാറുണ്ടല്ലോ അല്ലെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ദുബായിലാണ്, എങ്ങനെ നമുക്ക് പറയാം? ആം ഇൻ ദുബായ്, ആം ഇൻ ദുബായ്, ഞാൻ ദുബായിലാണ്. ഇനി ഞാൻ ബാംഗ്ലൂരിലാണെന്ന് എങ്ങനെ പറയാം? ആം ഇൻ ബാംഗ്ലൂർ, ആം ഇൻ ബാംഗ്ലൂർ. ഇൻ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഐ ആം ഇൻ ദുബായ്, ഞാൻ ദുബായിലാണ്. അപ്പൊ ഇൽ എന്നുള്ള അർത്ഥമാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഉള്ളത് കേട്ടോ. ഇൽ, ഓക്കെ. ഐ മീൻ ദുബായ്, ഞാൻ ദുബായിലാണ്. ഐ മീൻ ബാംഗ്ലൂർ, ഞാൻ ബാംഗ്ലൂരിലാണ്. ഐ മീൻ ബാംഗ്ലൂർ. ഇനി ഐ മീൻ ചെന്നൈ, ഞാൻ ചെന്നൈയിലാണ്. ഐ മീൻ ചെന്നൈ. ഇനി നമുക്ക് ഇതുപോലെ കുറേ പറയാലോ. ഐ മീൻ സൗദി അറേബ്യ, ഞാൻ സൗദി അറേബ്യയിലാണ്. ഐ മീൻ മഹാരാഷ്ട്രയിലാണ്. ഐ മീൻ കേരള, ഞാൻ കേരളത്തിലാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് പറയാവുന്ന കേട്ടോ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇല്ല എന്നാട്ടോ. അപ്പൊ ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അതുപോലെ കൺട്രീസിന്റെ മുമ്പിലൊക്കെ തന്നെ നമ്മൾ ഇൽ എന്നുള്ള അർത്ഥം കിട്ടാനായിട്ട് നമ്മൾ ഇൻ എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ലോക്കൽ പ്ലേസ് ഉണ്ടല്ലോ, അതായത് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ്, അതിൻ്റെ മുമ്പിലാണെങ്കിൽ നമ്മൾ എച്ച് എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. മീനിങ് ഇല്ല എന്ന് തന്നെയാണ്, പക്ഷെ നമുക്ക് അവിടെ എച്ച് എന്ന് യൂസ് ചെയ്യാവുന്നതായിട്ട് ഓർത്ത് വെക്കാം. ഇനി വേറൊരു സെന്റൻസ് ആണ്, നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ ജോലിയിലാണ് എന്ന് പറയാറില്ല. ഇതിങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഐ ആം ഓൺ ഡ്യൂട്ടി എന്ന് പറയാം കേട്ടോ. ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഓൺ എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഐ ആം ഓൺ ഡ്യൂട്ടി, ഞാൻ ഡ്യൂട്ടിയിലാണ്. അല്ലെങ്കിൽ ഐ മീൻ വർക്ക്, ഞാൻ എന്താണ് വർക്കിലാണ് എന്ന് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ. ഐ ആം ഓൺ ഡ്യൂട്ടി എന്നാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഐ ആം ഓൺ ഡ്യൂട്ടി, ഞാൻ ഡ്യൂട്ടിയിലാണ്. ഇനി അതേപോലെ തന്നെ ഞാൻ ഇന്ന് ലീവിലാണെന്ന് എങ്ങനെ നമുക്ക് പറയാം? ഇവിടെയും നമുക്ക് ഓൺ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഐ ആം ഓൺ ലീവ് ടുഡേ, ഐ ആം ഓൺ ലീവ് ടുഡേ, ഞാൻ ഇന്ന് ലീവിലാണ് എന്നാട്ടോ. അതേപോലെ തന്നെ എന്താണ് ഇപ്പൊ ഞാൻ ഇപ്പൊ വരുന്ന വഴിയാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ. ഇപ്പൊ നമ്മൾ യാത്രയിലാണ്, അതാ വരുന്നുണ്ട്, ഞാനിതാ വരുന്ന വഴിയിലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എങ്ങനെ പറയാം? ഐ ആം ഓൺ ദ വേ എന്നാണ് പറയാട്ടോ. ഐ ആം ഓൺ ദ വേ, ഞാനിപ്പോൾ ഇതാ വരുന്ന വഴിക്കാണ്. ഐ ആം ഓൺ ദ വേ. അപ്പൊ ഓൺ എന്നാണ് ഇവിടേക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇൻ എന്നല്ല കേട്ടോ. അപ്പൊ ഐ ആം ഓൺ ഡ്യൂട്ടി, ഐ ആം ഓൺ ലീവ് ടുഡേ, ഐ ആം ഓൺ ദ വേ എന്ന് പറയാട്ടോ. ഇന്നത്തെ നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഞാൻ ദുഃഖിതയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് പറയാം? ഞാൻ ഹാപ്പിയാണ് എങ്ങനെ പറയാം? ഐ എം ഹാപ്പി, ഐ എം ഹാപ്പി, ഞാൻ ഇന്ന് ഹാപ്പിയാണ്. ഐ എം ഹാപ്പി ടുഡേ, ഞാൻ ഇന്ന് ഹാപ്പിയാണ്. ഐ എം ഹാപ്പി ടുഡേ. ഓക്കെ. അപ്പം ഞാൻ ഹാപ്പിയാണ്, ഐ ആം ഹാപ്പി. ഇനി ഞാൻ ദുഃഖിതയാണ് അല്ലെങ്കിൽ ഞാൻ ദുഃഖത്തിലാണെന്ന് എങ്ങനെ പറയാം? ഐ എം സാഡ്, ഐ എം സാഡ്, ഐ എം സാഡ് എന്ന് പറയാം അല്ലെ. ഇനി എന്താണ് ഞാൻ ഹാപ്പി അല്ല അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഐ എം നോട്ട് ഹാപ്പി എന്ന് പറയാം കേട്ടോ. ഐ ആം നോട്ട് ഹാപ്പി, ഞാൻ ഹാപ്പി അല്ല. ഓക്കെ. ഞാൻ ഇന്ന് ഹാപ്പി അല്ല. ഐ ആം നോട്ട് ഹാപ്പി ടുഡേ, ഐ ആം നോട്ട് ഹാപ്പി ടുഡേ. ഇനി ഞാൻ സാഡ് അല്ല അല്ലെങ്കിൽ ഞാൻ ദുഃഖിതയല്ല എങ്ങനെ പറയാം? ഐ ആം നോട്ട് സാഡ്, ഐ ആം നോട്ട് സാഡ്. ഇനി ഞാൻ അത്രയ്ക്ക് നല്ല അവസ്ഥയിലല്ല എങ്ങനെ പറയാം? ഐ ആം നോട്ട് ഇൻ എ ഗുഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഐ ആം നോട്ട് വെൽ എന്നൊക്കെ പറയാം കേട്ടോ. ഞാൻ അത്രയ്ക്ക് നല്ലതിലല്ല, ഐ ആം നോട്ട് വെൽ. ഓക്കെ. ഐ ആം നോട്ട് വെൽ അല്ലെങ്കിൽ ഐ ആം നോട്ട് ഗുഡ്. ഓക്കെ. ഐ എം നോട്ട് ഗുഡ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഇതിനെ ഒരു ക്വസ്റ്റ്യൻ ഫോമിൽ നമുക്ക് എങ്ങനെ പറയാം? ഞാൻ ഹാപ്പി ആണോ അല്ലെങ്കിൽ ഞാൻ സാഡ് ആണോ എങ്ങനെ നമുക്ക് പറയാം? ആം എന്ന് തുടക്കത്തിൽ കൊണ്ടുവരാം അല്ലേ. ആം ഐ ഹാപ്പി, ഞാൻ ഹാപ്പി ആണോ? ആം ഐ ഹാപ്പി, ഞാൻ ഹാപ്പി ആണോ? ഇനി ഞാൻ സാഡ് ആണോ എന്ന് എങ്ങനെ പറയാം? ആം ഐ സാഡ്, ആം ഐ സാഡ്, ഞാൻ സാഡ് ആണോ? ആം ഐ സാഡ്. ഓക്കെ. ഇനി ഐ ആം മാരീഡ്, ഞാൻ എന്താണ് വിവാഹിതയാണെന്ന് എങ്ങനെ പറയാം? നമുക്ക് ഐ ആം മാരീഡ്, ഞാൻ വിവാഹിതയാണ്. അപ്പം ഞാൻ വിവാഹിതയാണോ എങ്ങനെ പറയാം? ആം ഐ മാരീഡ്, ആം ഐ മാരീഡ്, ഞാൻ വിവാഹിതയാണോ? ഇനി ഞാൻ സിംഗിൾ ആണ് എങ്ങനെ പറയാം? നമുക്ക് ഐ ആം സിംഗിൾ, ഞാൻ സിംഗിൾ ആണ്. ഐ ആം സിംഗിൾ. അപ്പം ഞാൻ സിംഗിൾ ആണോ? ആം ഐ സിംഗിൾ, ആം ഐ സിംഗിൾ, ഞാൻ സിംഗിൾ ആണോ? ഓക്കെ.
ദെൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ ഇതിൽ സംതൃപ്തയാണെന്ന് എങ്ങനെ നമുക്ക് പറയാം? ഐ ആം സാറ്റിസ്ഫൈഡ്, ഐ ആം സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഐ ആം സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എങ്ങനെ പറയാം? ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് എങ്ങനെ ചോദിക്കാം? ആം ഐ സാറ്റിസ്ഫൈഡ്, ആം ഐ സാറ്റിസ്ഫൈഡ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ? ആം ഐ സാറ്റിസ്ഫൈഡ്. ദെൻ ഞാൻ പറഞ്ഞത് ശരിയാണോ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? ഞാൻ പറഞ്ഞത് ശരിയാണോ? ആം ഐ കറക്റ്റ് എന്ന് മാത്രം ചോദിച്ചാൽ കേട്ടോ. ആം ഐ കറക്റ്റ്? ആം കറക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പറഞ്ഞത് ശരിയാണ്, ആം കറക്റ്റ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണ്, ആം റോങ് എന്ന് പറയല്ലേ, ഐ ആം റോങ്. ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണോ ഇങ്ങനെ ചോദിക്കാം? ആം ഐ റോങ്, ആം ഐ റോങ്. ഇനി ഞാൻ പറഞ്ഞത് തെറ്റല്ല എങ്ങനെ പറയാം? ഐ ആം നോട്ട് റോങ്, ഐ ആം നോട്ട് റോങ്. ഞാൻ പറഞ്ഞത് തെറ്റല്ല, ഐ ആം നോട്ട് റോങ്. ഓക്കെ, ദെൻ നമ്മൾ പറയാറുണ്ട് ഞാൻ ഇന്ന് നേരത്തെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എങ്ങനെ നമുക്ക് പറയാം? ഞാൻ നേരത്തെയാണ്, ഐ ആം ഏർലി. ഇന്ന് ഞാൻ നേരത്തെയാണ്, ഐ ആം ഏർലി ടുഡേ എന്ന് പറയാല്ലേ, ഐ ആം ഏർലി ടുഡേ. അപ്പം ഞാനിന്ന് നേരത്തെ അല്ല എന്ന് എങ്ങനെ പറയാം? ഐ ആം നോട്ട് ഏർലി ടുഡേ. ഐ ആം നോട്ട് ഏർലി ടുഡേ. ഇനി ഞാനിത് നേരത്തെ ആണോ എങ്ങനെ ചോദിക്കാം നമുക്ക്? am I early today, am I early today. ഞാൻ ഇന്ന് നേരത്തെ ആണോ? am I early today. ഇനി ഞാൻ ഇന്ന് വൈകിട്ടാണ് എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വൈകിയാണ് എങ്ങനെ പറയാം? I am late today, I am late today. ഞാൻ ഇന്ന് വൈകിട്ടാണ്. ഇനി ഞാൻ ഇന്ന് വൈകിട്ടല്ല എങ്ങനെ പറയാം? I'm not late today, I'm not late today. ഞാനിന്ന് വൈകിട്ടാണോ എന്ന് ചോദിക്കാം? am I late today, am I late today. am I late today. നെക്സ്റ്റ് ഞാനിന്ന് ഫ്രീ ആണ് എങ്ങനെ പറയാം? I am free today, I am free today. ഞാനിപ്പോൾ ഫ്രീ ആണെന്ന് എങ്ങനെ പറയാം? I am free now. ഓക്കെ, ഐ ആം ഫ്രീ നൗ. ഞാനിപ്പോൾ ഫ്രീ ആണ്. ഇനി ഞാനിപ്പോൾ ഫ്രീ അല്ല എങ്ങനെ പറയാം? ഐ ആം നോട്ട് ഫ്രീ നൗ, ഞാനിപ്പോൾ ഫ്രീ അല്ല. ഇനി ഞാൻ ഫ്രീ ആണോ എങ്ങനെ ചോദിക്കാം? am I free now, am I free now. ഞാനിപ്പോൾ ഫ്രീ ആണോ? am I free now. അങ്ങനെയാണെങ്കിൽ ഞാൻ ബിസി ആണ് എങ്ങനെ നമുക്ക് പറയാം? ഞാൻ തിരക്കിലാണെന്ന് എങ്ങനെ പറയാം? ഐ ആം ബിസി നൗ. ഞാനിപ്പം ബിസി ആണ്, ഐ ആം ബിസി നൗ. ഇനി ഞാനിപ്പോൾ ബിസി അല്ല, ഐ ആം നോട്ട് ബിസി നൗ. ഞാൻ ബിസി അല്ല, ഐ ആം നോട്ട് ബിസി നൗ. ഇനി ഞാൻ ബിസി ആണോ എന്ന് ചോദിക്കാം? ആം ഐ ബിസി നൗ. ഞാനിപ്പോൾ തിരക്കിലാണോ? ആം ഐ ബിസി നൗ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആമ വെച്ചിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. എന്താണ് ഇതൊക്കെ നമ്മൾ നമ്മുടെ സാധാരണ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. So let's find a power class. See you on another video. Until then, take care. Bye-bye.